ഹലോ ഗായ്സ്, നമുക്ക് പുതിയൊരു ഐറ്റം കണ്ടാലോ. നല്ല മത്തി രാവിലെ കിട്ടിയിട്ടുണ്ട്. നമുക്കെന്നാൽ അത് വൃത്തിയാക്കിയെടുത്ത് വരഞ്ഞ് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിന് വേണ്ടുന്ന മസാല കണ്ടാലോ. കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ആയതാണ്. പിന്നെ ഉപ്പും മുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ മസാലയിലേക്ക് വേണ്ടത്. ഒരു കല്ലിൽ അരച്ചൊരു മീൻ പൊരിച്ചതാണ് ഇത്. അപ്പം നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നാലോ. അപ്പോൾ കാണിച്ചു തരാവേ. ഞാൻ കല്ലിൽ അരച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ്, നമ്മൾ കല്ലിൽ അരച്ചാണ് എടുത്തെടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടുവേ. അപ്പോൾ കുരുമുളക് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇട്ട് കൊടുത്താലോ. വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാവേ. അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചിയും കൂടി ഇടുന്നുണ്ട്. കുറച്ച് കരിവേപ്പിലയുണ്ട്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവേ. കണ്ടില്ലേ, ഈ 3 ഐറ്റംസ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് നമുക്കൊന്ന് അരച്ചെടുത്താലോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് കാണാവേ. അപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താലോ. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയാണ്. അതധികം നന്നായിട്ട് അരയ്ക്കുമൊന്നും വേണ്ട, പൊടിയല്ലേ. അങ്ങനെ അതും കൂടി നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചമ്മന്തി പരുവായി. അങ്ങനെ അത് ഞാൻ നന്നായിട്ട് എല്ലാം കൂടി നമ്മളതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ചമ്മന്തി പരുവായിട്ടുണ്ട്. നമുക്കതെന്നാൽ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് കണ്ടാലോ. കണ്ടില്ലേ, കുരുമുളകിൻ്റെ ആണ് ചെറിയൊരു കറുപ്പ് കളർ കാണുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്താലോ. കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാവേ. അങ്ങനെ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. അങ്ങനെ ഞാൻ അതും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു. നമുക്കെന്നിട്ട് ഈ മീനിൻ്റെ മസാലയിലേക്ക് എന്നിട്ട് ഇട്ട് കൊടുത്താലോ എല്ലാം കൂടി. അങ്ങനെ അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി സെറ്റായിട്ട് കാണിച്ചു തരാവേ. കണ്ടില്ലേ, അത് ഞാൻ നന്നായിട്ട് ഇളക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കെന്നാൽ ഇത് പൊരിച്ചെടുത്താലോ. അങ്ങനെ ഞാനിതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അടുപ്പയിൽ. അതിനകത്ത് വെള്ളമെല്ലാം ഒന്ന് വറ്റി വരട്ടെ, ചൂടായി വരുന്നതേ ഉള്ളൂ. അതെ, അങ്ങനെ ആ പാത്രത്തിൽ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കെന്നാൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലോ. നമ്മളിവിടെ തന്നെ ആട്ടിച്ച് നല്ല വെളിച്ചെണ്ണയാണിത്, അപ്പോൾ ടേസ്റ്റും കൂടും. അങ്ങനെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാവേ. ഇട്ട് കൊടുക്കാവേ. അങ്ങനെ കറിവേപ്പില നന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അതൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി മീനിട്ട് കൊടുത്താലോ. കണ്ടില്ലേ, കറിവേപ്പില നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. കണ്ടില്ലേ, നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുത്ത് നല്ല സെറ്റായിട്ടുണ്ട്. അങ്ങനെ നല്ല മീനൊക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നു. നമുക്ക് മറിച്ചിട്ട് കൊടുത്താലോ. നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് കാണിച്ചു തരാവേ. കണ്ടില്ലേ, മീൻ നന്നായിട്ട് നല്ല മൊരിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.